ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേരള PSC നടത്തിയ പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, കാറ്റഗറി നമ്പർ 486/2022, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 160/2023, മലയാളം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് A. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100, മാക്സിമം മാർക്ക് 100, ടൈം 90 മിനിറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ വിശകലനം ചെയ്തിരുന്നു. ഇന്ന് 50 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത്. അമ്പതാമത്തെ ചോദ്യം. അമ്പത്തിയൊന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ഫയൽ സിസ്റ്റമാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, BTRFS. 52മത്തെ ചോദ്യം. പ്രസ്താവന 1 കാഷെ മെമ്മറി രജിസ്റ്ററുകളെക്കാൾ വേഗതയുള്ളതാണ്. പ്രസ്താവന 2 പ്രാഥമിക മെമ്മറി അസ്ഥിരമല്ലാത്ത മെമ്മറിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും തെറ്റാണ്. 53മത്തെ ചോദ്യം. റിയലിസ്റ്റിക് മുഖഭാവങ്ങളുള്ള ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അമേക്ക. 54മത്തെ ചോദ്യം. വെർച്വൽ പേഴ്സണൽ അസിസ്റ്റന്റ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മൈക്രോസോഫ്റ്റ്. 55മത്തെ ചോദ്യം. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഡാഷ് എന്നായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിദ്യാഭ്യാസവും ദേശീയ വികസനവും. 56മത്തെ ചോദ്യം. സെക്കൻഡറി എഡ്യൂക്കേഷണൽ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പുതിയ സംഘടനാ പാറ്റേണിൽ ഡാഷ് ഉൾപ്പെടുന്നു? 1. സെക്കൻഡറി വിദ്യാഭ്യാസം 7 വർഷം ആയിരിക്കണം. 2. സെക്കൻഡറി വിദ്യാഭ്യാസം 11 മുതൽ 17 വർഷം വരെയുള്ള കുട്ടികൾക്കുള്ളതായിരിക്കണം. 3. സെക്കൻഡറി വിദ്യാഭ്യാസം ഇന്റർമീഡിയറ്റ് കോളേജ് അവസാനിപ്പിച്ച് 11ാം ക്ലാസ് സെക്കൻഡറി സ്കൂളുകളുമായും 12ാം ക്ലാസ് BAയുമായി ലയിപ്പിക്കാൻ നിർദ്ദേശിച്ചു. 4. ഡിഗ്രി കോഴ്സ് 3 വർഷം ആയിരിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 57മത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് അനുസരിച്ചാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964. 58മത്തെ ചോദ്യം. ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005 പ്രധാന ശുപാർശകളിൽ ഒന്ന് 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഡാഷ് എന്നിനുള്ളതായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്നത് ഉറപ്പാക്കുക. 59മത്തെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പശ്ചാത്തലത്തിൽ മൂല്യനിർണയം സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പാർട്ട് ഫോളിയോകളും റബ്രിക്സുകളും ഉൾപ്പെടെയുള്ള വിവിധ രീതികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നു. 60മത്തെ ചോദ്യം. ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ പൊതുവായ ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാധാകൃഷ്ണൻ കമ്മീഷൻ. 61മത്തെ ചോദ്യം. 1952 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്ത്രീ വിദ്യാഭ്യാസം. 62മത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കോത്താരി കമ്മീഷന്റെ 1964-66 ശുപാർശ അല്ലാത്തത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പഠനത്തിന്റെ ഏറ്റവും കുറഞ്ഞ തലങ്ങൾ.
63-ാമത്തെ ചോദ്യം വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി സാമൂഹികവും ദേശീയവുമായ ഏകീകരണം ശക്തിപ്പെടുത്തുന്നത് ഏത് കമ്മീഷൻ അംഗീകരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, 1964-66. 64-ാമത്തെ ചോദ്യം രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്നില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നതിന്. 65-ാമത്തെ ചോദ്യം 1944-1945 സാർജന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 3 സർവകലാശാലകൾ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അലിഗഡ്, ബനാറസ് ഹിന്ദു, ഡൽഹി കേന്ദ്ര സർവകലാശാലകൾ. 66-ാമത്തെ ചോദ്യം സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ശുപാർശ ഡാഷ് ആണ് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യശ്പാൽ കമ്മിറ്റി. 67-ാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്നത് 2 പ്രസ്താവനകളാണ്. പ്രസ്താവന 1, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമപ്രകാരം UGC സ്ഥാപിച്ചു. പ്രസ്താവന 2, UGC ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ഏകോപനത്തിനും നിർണയത്തിനും നിലവാരം പുലർത്തുന്നതിനുമായി UGC സ്ഥാപിതമായത്. താഴെ പറയുന്നവയിൽ നിന്നും ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. 68-ാമത്തെ ചോദ്യം അധ്യാപകർക്ക് പൊതുവായ മാർഗനിർദ്ദേശക തത്വങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിച്ച പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി PSSB ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ് NPST. 69-ാമത്തെ ചോദ്യം 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മുകളിൽ പറഞ്ഞവയെല്ലാം. 1, സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ. 2, പുതിയ പാഠ്യപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും. 5+3+3+4. 3, തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. 4, പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക. 70-ാമത്തെ ചോദ്യം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ വിജ്ഞാന കമ്മീഷൻ താഴെ പറയുന്ന 3 വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിപുലീകരണം, മികവ്, ഉൾപ്പെടുത്തൽ. 71-ാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങ് തുല്യമാണെങ്കിൽ അതിന്റെ 18ാം പദം ഡാഷ് ആയിരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 0. 72-ാമത്തെ ചോദ്യം നമ്മൾ 4 സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ 3ന്റെ ശരാശരി 16ഉം അവസാനത്തെ 3ന്റെ ശരാശരി 15ഉം ആയിരിക്കും. അവസാന സംഖ്യ 18 ആണെങ്കിൽ ആദ്യ സംഖ്യ ഡാഷ് ആയിരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 21. 73-ാമത്തെ ചോദ്യം പ്രതിവർഷം 10% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് 12,600 രൂപയുടെ സംയുക്ത പലിശ കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2,646. 74-ാമത്തെ ചോദ്യം 90 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 3:5. 75-ാമത്തെ ചോദ്യം സീത 60 km/h വേഗതയിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 90 കിലോമീറ്റർ. 76-ാമത്തെ ചോദ്യം സംഖ്യാശ്രേണിയിലെ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് എന്ത് വരും? 17, 16, 14, 12, 11, 8, 8. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 4. 77 ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. പൂച്ച, നായ, കുറുക്കൻ, മുയൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുറുക്കൻ. 78-ാമത്തെ ചോദ്യം 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. 2004 ഫെബ്രുവരി 8 ആഴ്ചയിലെ ഏത് ദിവസമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഞായർ. 79-ാമത്തെ ചോദ്യം തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു. പടിഞ്ഞാറ് എന്തായി തീരും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തെക്ക് കിഴക്ക്. 80-ാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ DESTINY എന്ന് എഴുതിയിരിക്കുന്നത് WVHGRMB എന്നാണ്. എങ്ങനെയാണ് ആ കോഡിൽ MA
TH എന്ന് എഴുതുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ NZGS. 81ാമത്തെ ചോദ്യം. Select the correct form of tense. The mayor dashed the place last Sunday. 82ാമത്തെ ചോദ്യം. The idiom round the corner means? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി very near. 83ാമത്തെ ചോദ്യം. Find out the word with correct spelling. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി diarrhea. 84ാമത്തെ ചോദ്യം. Fill in the blanks with appropriate articles. Ram went to dash park one day and dash park had a pond with dash flowers. Ram went to a park one day and the park had a pond with flowers. ശരിയായ ഉത്തരം ഓപ്ഷൻ സി എ the no article. 85ാമത്തെ ചോദ്യം. Add a question tag. It was raining heavily. ശരിയായ ഉത്തരം ഓപ്ഷൻ എ wasn't it. 86ാമത്തെ ചോദ്യം. A cruciverbalist is a person who designs. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി crossword puzzle. 87ാമത്തെ ചോദ്യം. The teacher along with her students dash gone to the museum. ശരിയായ ഉത്തരം ഓപ്ഷൻ സി have. 88ാമത്തെ ചോദ്യം. She dances gracefully. The word gracefully denotes? ശരിയായ ഉത്തരം ഓപ്ഷൻ എ adverb. 89ാമത്തെ ചോദ്യം. Which type of sentence is given below? What a beautiful day. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി exclamatory. 90ാമത്തെ ചോദ്യം. Antonyms of the word vivid is? ശരിയായ ഉത്തരം ബി ഭാഗ്യം. 91ാമത്തെ ചോദ്യം. അയാൾ പിരിച്ചെഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആ പ്ലസ് ആൾ. 92ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ അവൻ മാത്രമേ വന്നുള്ളൂ. ഓപ്ഷൻ ബി അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. ഓപ്ഷൻ സി കേവലം ജലപാനം മാത്രം നടത്തി. ഓപ്ഷൻ ഡി വെറും വെള്ളം മാത്രം കുടിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. 93ാമത്തെ ചോദ്യം. ചാൾസ് ഡാർവിന്റെ ദ ഒറിജിൻ ഓഫ് സ്പീസീസ് ജീവി വർഗങ്ങളുടെ ഉത്ഭവം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി KR ശിവരാമപ്പണിക്കർ. 94ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പെണ്ണുങ്ങൾ. 95 പുറം പ്ലസ് അടി ചേർത്തെഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുറവടി. 96 സൂര്യന്റെ പര്യായമല്ലാത്ത പദം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സൂപവർണി. 97ാമത്തെ ചോദ്യം. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. തുല്യതയെ കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അതുല്യം. 98ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അസ്തിത്വം. 99ാമത്തെ ചോദ്യം. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. വ്യാകരണം അറിയാവുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വൈയാകരണൻ. 100 അടിയിൽ കഴിച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും 5ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഒറ്റുകൊടുക്കുന്നവരെ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 160/23 മലയാളം. ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ആയി ലഭിക്കാൻ studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. എല്ലാവർക്കും നന്ദി.